ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. മകനി മീഡിയ TV കൂടെ കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവ് ഒരുക്കിയ എല്ലാവിധമായ നല്ല നിമിഷത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷം കർത്താവിനെ ആശ്രയിക്കുവാൻ, ആ ദൈവത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ ഒരിക്കൽ കൂടെ ദൈവവചനത്തിൽ കൂടെ നിങ്ങളോട് പ്രബോധിപ്പിക്കുവാൻ കർത്താവ് ചെയ്ത കൃപകൾക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ക്രിസ്തയേശുവിനെ വന്ദനം ചെയ്യുന്നു. ഈ നിമിഷം കർത്താവിൻ്റെ വചനം സങ്കീർത്തന പുസ്തകം 27-ാം സങ്കീർത്തനം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്ന ഈ തിരുവെഴുത്താണ് ഈ സമയം നിങ്ങളുടെ മധ്യേ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ലോകം മുഴുവനും, ലോകത്തെ ജനം ദൈവത്തെ ആശ്രയിക്കാതെ ലോക സുഖത്തെ ആശ്രയിച്ച്, ലോക ഇൻപങ്ങളെ ആശ്രയിച്ച്, ലോക മനുഷ്യനെ ആശ്രയിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, അല്ലവേ അല്ല, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഇന്ന് മനുഷ്യന്റെ പ്രത്യാശ നശിച്ചു പോകുന്ന സമ്പത്തിൽ, അഴുകിച്ചാരമായി പോകുന്ന ജഡത്തിൽ മനുഷ്യൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസലോട് ഈ നിമിഷം ഞാൻ ഓർപ്പിക്കട്ടെ, നശിച്ചു പോകുന്ന ലോക സമ്പത്തിലോ, നശിച്ചു പോകുന്ന ലോക സുഖ സൗകര്യങ്ങളിലോ, നശിച്ചു പോകുന്ന ജഡത്തിലോ, നശിച്ചു പോകുന്ന പണത്തിലല്ല ആശ്രയിക്കേണ്ടത്. സർവശക്തനായ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അപ്പോൾ ചോദിക്കാം, പാസ്റ്റേ, യഹോവയെങ്കിൽ പ്രത്യാശ വച്ചാൽ കഷ്ടതയില്ലേ, ഭാരമില്ലേ, നിരാശയില്ലേ, രോഗമില്ലേ, മരണമില്ലേ എന്ന് ചോദിക്കാൻ ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ പറയാം, ഈ ഭൂമിയിൽ ഏതു മനുഷ്യൻ ജീവിച്ചാലും ജനിച്ചാലും കർത്താവ് തന്നെ പറയുന്നു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു. അപ്പോൾ നാം പ്രത്യാശ വയ്ക്കേണ്ടത് ഈ ലോകത്തെ ജയിച്ച ക്രിസ്തുവിലാണ് പ്രത്യാശ വയ്ക്കേണ്ടത്. ഈ ലോകത്തിൽ കർത്താവായ യേശു 33.5 തിരുവയസ്സ് വരെ അവൻ ജീവിച്ചിരുന്നു. സകലത്തെയും ജയിച്ച ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലാണ് നാം പ്രത്യാശ വയ്ക്കേണ്ടത്. ഭക്തനായ ഇയ്യോബ് പ്രൈസലോട് അവൻ താൻ ഭക്തനാണ്. തന്നെ കുറിച്ച് 3 വ്യക്തികൾ സാക്ഷ്യം പറയുന്നു. പിശാച് സാക്ഷ്യം പറയുന്നു, ഇയ്യോബ് ഭക്തനെന്ന്. മനുഷ്യൻ സാക്ഷ്യം പറയുന്നു, ഇയ്യോബ് ഭക്തനെന്ന്. കർത്താവ് യേശു പറഞ്ഞു, ഇയ്യോബ് ഭക്തൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്ന മനുഷ്യൻ. ആ മനുഷ്യനും അവൻ ദൈവത്തിൽ അഥവാ യഹോവയെങ്കിൽ പ്രത്യാശ വച്ചിരുന്നു. തനിക്ക് സമ്പത്തുണ്ട്, അതിൽ താൻ പ്രത്യാശ വച്ചില്ല. ആയിരക്കണക്കിന് ആടുമാടുകൾ, ഒട്ടകങ്ങൾ, മൃഗസമ്പത്തുകൾ, പക്ഷിപറവകൾ, കാര്യാദികൾ, ഏറെ സമ്പത്തിന്റെ ഉടയവനായിരുന്നു. എന്നാൽ ഇയ്യോബ് തന്റെ സമ്പത്തിൽ ആശ്രയം വച്ചിരുന്നില്ല. തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട 10 മക്കൾ ഉണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും. തൻ്റെ മക്കളിൽ താൻ ആശ്രയം വച്ചിരുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ 2 മൃഗസമ്പത്തുകളോ പക്ഷിപറവകളോ അല്പം നിലമോ ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് പോകാറില്ല, ദൈവത്തെ സ്തുതിക്കാറില്ല, ആലയം വേണ്ട, ദൈവദാസന്മാർ വേണ്ട, വചനം വേണ്ട, ഇതൊക്കെ തന്ന ക്രിസ്തു വേണ്ട. ലഭിച്ചിരിക്കുന്ന നന്മയിൽ മനുഷ്യൻ ആശ്രയിക്കും. എന്നാൽ ഇയ്യോബ് ആശ്രയിച്ചത് തന്റെ സമ്പത്തിലോ, തന്റെ സുഖ സൗകര്യങ്ങളിലോ, തന്റെ ആടുമാടുകളോ, തന്റെ ഉയർച്ചയിലല്ല, യഹോവയെങ്കിൽ പ്രത്യാശ വച്ചിരുന്നു. ഈ പ്രത്യാശ വെച്ച വ്യക്തിക്ക് കഷ്ടതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെ കഷ്ടതയുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് സകല സമ്പത്തുകളും നഷ്ടപ്പെട്ടു, സകല പക്ഷിപറവകൾ ചത്തുപോയി. എന്നിട്ടും തന്റെ ആരാധനകൾക്കോ, തന്റെ പ്രാർത്ഥനകൾക്കോ, തന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വന്നില്ല. വിശ്വാസത്തോടെ ദൈവത്തെ സേവിപ്പാനിടയായി. ആരാധന മുടക്കാതെ ദേവാലയങ്ങൾ അഥവാ പെയ്ത്തോമേ താൻ തന്റെ ഭാര്യയും ആരാധനയ്ക്ക് പോകാറുണ്ട്. ഒരു ദിവസം ആരാധന കഴിഞ്ഞ് വരുമ്പോൾ
വലിയ പ്രത്യാശയുടെ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ടുവരുമ്പോ തന്റെ വീട്ടിലായിരുന്ന 10 മക്കൾ വീട്ടിലായിരുന്നു. കൊടുങ്കാറ്റടിച്ച് വീട് തകർന്നു. 10 മക്കൾ സ്പോട്ടിൽ മരിക്കുവാനിടയായി. നാട്ടുകാരെടുത്ത് തന്റെ മക്കളെ ശവപ്പെട്ടിക്കകത്ത് ഒരുക്കി കിടത്തിയിരിക്കുമ്പോ ഇയ്യോബൻ തന്റെ ഭാര്യയുമായി ആരാധന കഴിഞ്ഞ് മടങ്ങി വരികയാ. പിശാച് അഥവാ ശത്രു ചിന്തിച്ചു, ഇയ്യോബ് ഈ നിമിഷം ദൈവത്തെ തള്ളിപ്പറയും, അവൻ ദൈവത്തെ തിരിച്ചു പറയും എന്ന് നോക്കി നിൽക്കുമ്പോ ഇയ്യോബ് തന്റെ മക്കളുടെ ശവശരീരം കണ്ടിട്ട് തന്റെ കയ്യിലിരുന്ന വേദപുസ്തകം തന്റെ മാറത്തോട് ചേർത്ത് വെച്ചു പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ പൊന്ന് നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത് പറയാൻ കാരണം തന്റെ 10 മക്കളിലെല്ലാം ഇയ്യോബ് ആശ്രയം വച്ചിരുന്നേ. തന്റെ മക്കളെ തന്ന ദൈവത്തിലാ ഇയ്യോബ് ആശ്രയം വച്ചിരുന്നേ. ഇന്ന് ഈ നിമിഷം ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തെ വയ്ക്കാതെ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളിൽ തന്റെ മക്കളിൽ തന്റെ സമ്പത്തുകളിൽ മനുഷ്യൻ ആശ്രയം വയ്ക്കുമ്പോ അല്ലവേ അല്ല കേട്ടോ, യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ നോക്കുവാൻ ഒരു സ്ഥലമുണ്ട്. മീഖാ പ്രവചനം 7-ാമത്തെ വചനം പറയുന്നു, ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ദൈവ പൈതൽ കഷ്ടത വരുമ്പോ, ഭാരം വരുമ്പോ, നിരാശ വരുമ്പോ, ദുഃഖങ്ങൾ വരുമ്പോ, മരണത്തിന്റെ ധരണങ്ങൾ വരുമ്പോ നോക്കാൻ നല്ലൊരു സ്ഥലമുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. അഥവാ മീഖാ പ്രവചനം പറയുന്നു, ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലില്ല. ഏത് തിന്മകൾ വന്നാലും, ഏത് നന്മകൾ വന്നാലും, ഏത് അനർത്ഥങ്ങൾ വന്നാലും, ഏത് ആവശ്യങ്ങൾ വന്നാലും ആ വ്യക്തി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കും. അഥവാ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കും. അഥവാ പ്രവാചകനാകുന്ന മീഖാ പറയുന്നേ, ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും. 2, എന്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. 3 പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ആരുടെ പ്രാർത്ഥന കേൾക്കുന്നേ? ആരെയാ രക്ഷിക്കുന്നേ? യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവ പൈതലിന്റെ, ഒരു ദൈവ ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ആ മറുപടിയുള്ള ആ ഭക്തനെ ആ ദൈവം വിടിവിക്കുന്നേ. ലോകത്തിൽ പ്രത്യാശ വെച്ച് നശിച്ചു പോകുന്ന സമ്പത്തിൽ പ്രത്യാശ വെച്ച് ഈ നശിച്ചു പോകുന്ന ഇടത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നല്ല കേട്ടോ. ഈ ലോകത്തിന് വേണ്ടി നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടി മരിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയല്ല ദൈവം കേൾക്കുന്നേ. തന്റെ ജഡത്തെ മറന്ന്, തന്റെ സമ്പത്തിനെ മറന്ന്, തന്റെ ഭാര്യയും മക്കളെ മറന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജോലി കൊടുക്കുന്ന വിശുദ്ധന്മാർ അവർ പ്രത്യാശയോടെ ഓടുകയാ. അവർക്ക് വീട് വിഷയമല്ല, ഭാര്യ വിഷയമല്ല, മക്കൾ വിഷയമല്ല. സ്വന്തം ശരീരം പോലും മറന്ന്, ആരോഗ്യം പോലും മറന്ന് ദൈവത്തിൽ പ്രത്യാശ വെച്ച കർത്താവിനെ സേവിക്കുന്ന അനവധി ഭക്തന്മാരെ കാണാൻ കഴിയും. ആകാരമില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ കർത്താവിൽ പ്രത്യാശയോടുന്ന അനവധി ഭക്തന്മാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഈ നിമിഷം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ പ്രത്യാശ ഈ നശിച്ചു പോകുന്ന ലോക സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. നസറേനായ യേശുവിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി സ്വർഗം ചാഞ്ഞിറങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയും. നമ്മുടെ പ്രത്യാശ യഹോവയെങ്കിലായിരിക്കണം. നമുക്കറിയാം, ദാനിയേലിനെ അറിയാം. താൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് താൻ എല്ലാ ദിവസവും കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണ് ദാനിയേൽ. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞിട്ട് തനിക്ക് വിരുദ്ധമായി രാജാവും ലോകവും വിധിയെഴുതുവാനിടയായി. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവസാനം വരുത്തുവാൻ അവന് വിരുദ്ധമായ രേഖ എഴുതുവാനിടയായി. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞിട്ടും മുമ്പേ ചെയ്തു വന്നതുപോലെ
പോലെ അവൻ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട് 3 പ്രാവശ്യം താൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ പ്രത്യാശ തന്റെ ജീവിതമല്ല, തന്റെ ആയുസ്സല്ല, ഞാൻ എത്ര കാലം ജീവിക്കണം, എത്ര കാലം ജീവിക്കണമല്ല, കർത്താവിന് വേണ്ടി കത്തി പ്രകാശിക്കണമെന്ന ഒരു ഭക്തന്റെ ആഗ്രഹം. ആ ദൈവത്തെ ആശ്രയിച്ച ആ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ അരികിലേക്ക് തന്നെ പിടിക്കുവാൻ ആളെത്തുവാൻ ഇടയായി. പ്രൈസലോട് രാജാവിന്റെ സേനകൾ തന്നെ പിടിച്ചു, രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. പ്രൈസലോ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, രാജാവിന്റെ വാക്ക് അനുസരിക്കാത്തത് കൊണ്ട് തന്നെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയുവാൻ രാജകൽപ്പന ഉള്ളത് കൊണ്ട് അപ്രകാരം തന്നെ സിംഹങ്ങളുടെ ഗുഹയിൽ, ജീവനുള്ള സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയുവാൻ ഇടയായി. ദാനിയേലിന്റെ പ്രത്യാശ തന്റെ ശരീരം സിംഹങ്ങൾ തിന്നുകളയും, കടിച്ചു കളയും, ഞാൻ എന്തായി തീരുന്നല്ല. സിംഹങ്ങളുടെ വായ ബന്ധിക്കുവാൻ, വായടയ്ക്കുവാൻ കഴിവുള്ള, സകലത്തെയും സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിലായിരുന്നു ദാനിയേൽ പ്രത്യാശ വെച്ച്. അതുകൊണ്ട് ദാനിയേൽ പ്രത്യാശ വെച്ച് കാരാഗ്രഹത്തിനകത്ത് വലിച്ചെറിയപ്പെട്ടു എങ്കിലും ആ പ്രത്യാശ വെച്ച സൈന്യങ്ങളുടെ യഹോവയാം ദൈവം ദാനിയേലിനെ വിടുവിപ്പാനിടയായി. ഈ നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എന്നെയും നിങ്ങളെയും ഏത് പ്രതിസന്ധികളിലും ഏത് പ്രതികൂലങ്ങളിലും നമ്മൾ പ്രത്യാശ വയ്ക്കുന്ന ദൈവത്തിന് നമ്മെ വിടുവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 യഹൂദ ബാലന്മാരെ, 3 യഹൂദ ഭക്തന്മാരെ കാണുവാൻ കഴിയും. അവൻ പ്രത്യാശ വെച്ചത് ഒരു രാജാവിനെയോ ഒരു രാജ്യത്തെയല്ല. അവരുടെ പ്രത്യാശ എന്നേക്കും നിലനിൽക്കുന്ന സർവശക്തനായ കർത്താവിലായിരുന്നു. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. 2 പ്രൈസലോട് നീ ധൈര്യപ്പെടുക. പ്രതികൂലം വന്നാൽ ഒരു പ്രത്യാശ വയ്ക്കുന്ന ദൈവമൈകൾ അവൻ ധൈര്യപ്പെടും. കാരണം കർത്താവിനെ വിടുവിപ്പാൻ ശക്തൻ. ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോ, പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോ, കഷ്ടതകൾ വർദ്ധിക്കുമ്പോ, തീച്ചൂളയുടെ അടുക്കിലെത്തുമ്പോ പ്രത്യാശ കൈവിടല്ലേ. ദൈവഭക്തന്മാരെ, ദൈവത്തെ ആരാധിക്കുന്ന സഹോദര സഹോദരി, ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ലോകരാജ്യം നമുക്ക് അനുകൂലമല്ല, ലോകത്തിലെ ഭരണകൂടങ്ങൾ നമുക്ക് അനുകൂലമല്ല, നമ്മെ സ്നേഹിക്കുന്ന വ്യക്തികൾ നമുക്ക് അനുകൂലമല്ല. എന്നാൽ നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം ആശ്രയിക്കുന്ന ദൈവം എന്നേക്കും നമുക്ക് അനുകൂലമാണ്. ദാനിയേലിനെ സിംഹക്കുകയിൽ നിന്ന് ഏതൊരു ദോഷം കൂടാതെ അവന്റെ ശരീരത്തിന് സിംഹം ഒരു പോറലേക്കാതെ അവന് ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തെ പ്രത്യാശ വയ്ക്കുന്ന ദൈവമൈതലിനെ തീച്ചൂളയിൽ വിടുവിപ്പാൻ യേശു മതിയായവനെന്ന് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഉറച്ചു. പ്രൈസലോട്. എന്റെ വിഷയം യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ധൈര്യപ്പെടുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പലരും പ്രതികൂലം വരുമ്പോ അവിടെ ധൈര്യം വിട്ടുപോകാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോ അവരെ വിശ്വാസം വിട്ടുപോകാറുണ്ട്. ഇല്ലവേ ഇല്ല. യഹോവയിൽ പ്രത്യാശ വയ്ക്കുവാൻ ഇടയായി തീരണം. യഹോവയിൽ പ്രത്യാശ വെച്ച ഒരു ദൈവമൈതലിന് വീഴ്ചയ്ക്ക് സംഗതിയില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചൂളയുടെ അരികത്ത് പടയാളികൾ കൊണ്ടുവരുവാനിടയായി. രാജാവിന്റെ കൽപ്പന അനുസരിച്ച് അവരെ തീച്ചൂള ജീവനോടെ ഇട്ടുകളയണം. ഹല്ലേലൂയ. കരുത്തേറിയ പടയാളികൾ ചിലർ മുൻപോട്ട് വന്നു. ശദ്രക്കിന്, മേശക്കിന്, അബേദ്നെഗോവിനെ കയ്യും കാലും കെട്ടി അവൻ ധരിച്ചിരുന്ന വസ്ത്രത്തോട് അവൻ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു.
ഇന്ന് ലോക അനവധി മനുഷ്യരെ കാണാൻ കഴിയും. ഹല്ലേലൂയ. പണത്തിൽ പ്രത്യാശ വെച്ച്, ഒരു ജോലിക്ക് വേണ്ടി പ്രത്യാശ വെച്ച്, ഒരു ഭവനത്തിന് വേണ്ടി പ്രത്യാശ വെച്ച്, പ്രത്യാശ വെച്ച് ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് അവർ ഹല്ലേലൂയ ജോലി കരസ്ഥമാക്കാറുണ്ട്, ഒരു വീട് കരസ്ഥമാക്കാറുണ്ട്, പണത്തിന് വേണ്ടി ദൈവത്തെ തള്ളിക്കളയാറുണ്ട്. ഈ സഹോദരങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഞാൻ ഓർപ്പിക്കുക, നമ്മുടെ പ്രത്യാശ ഒരു ഭവനമല്ല, നമ്മുടെ പ്രത്യാശ സമ്പത്തല്ല, നമ്മുടെ പ്രത്യാശ ജോലിയല്ല. സകലത്തെയും ചമച്ച സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവിലായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശദ്രക് മേശക് അബേദ്നെഗോ തീച്ചൂളയുടെ അരികിലെത്തുമ്പോഴും അവരുടെ പ്രത്യാശ യഹോവയിലായിരുന്നു. അവർക്കറിയാം, തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്ന് വെടിയപ്പാൻ കഴിവുള്ള ദൈവത്തിലാണ് ഞാൻ ആശ്രയം വെക്കുന്നത്. അഥവാ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് ആ യഹോവയിലാണ്. ആ ഉറച്ച തീരുമാനം രാജാവും തന്റെ സേനകളും പടയാളികളും നോക്കി നിന്ന് എന്താ ഭവിക്കുന്നു എന്ന് പ്രത്യാശ കൈവിടാതെ തീയുടെ അടുക്കൽ, ആ തീച്ചൂളയുടെ അടുക്കലേക്ക് കൊണ്ടെത്തിയിട്ടും അവിടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല, അവരുടെ വിശ്വാസത്തിന് ഭംഗം വന്നില്ല. കർത്താവിനെ തള്ളി പറഞ്ഞില്ല, കയ്യും കാലും കെട്ടി തീച്ചൂളയിൽ വലിച്ചെറിഞ്ഞു. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, വലിച്ചെറിയപ്പെടുമ്പോ അവർ തീക്കകത്തല്ല വീണത്, കർത്താവിൽ അവർ പ്രത്യാശ വെച്ച കർത്താവിന്റെ കരങ്ങളിൽ അവർ വീണു എന്ന് ഞാൻ വിശ്വസിക്കുകയാ. രാജാവ് നോക്കുമ്പോൾ അവൻ തീക്കകത്ത് വീണു. അവൻ തീക്കകത്ത് നിൽക്കുമ്പോ മൂന്ന് പേരെ ഇട്ടത്, നിൽക്കുന്നത് 3 പേരല്ല, 4 പേർ അവനകത്ത് നൃത്തം ചെയ്യുന്നത് രാജാവൻ തന്റെ സേനകളും കണ്ടു. ഒരാ ദൈവദൂതന് സദർശനായ മനുഷ്യനെന്ന് രാജാവ് വിളിച്ചു പറയുമ്പോ പ്രൈസ് ദി ലോർഡ്, അവൻ പ്രത്യാശ വെച്ച ശദ്രക് മേശക് അബേദ്നെഗോ പ്രത്യാശ വെച്ച ആ സൈന്യങ്ങളുടെ യഹോവ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വരുവാനിടയായി. ഈ നിമിഷം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, ഏതെല്ലാം പ്രതിസന്ധികൾ നിങ്ങളുടെ നടുവിൽ കടന്നു വന്നാൽ സകലത്തെയും ജയിച്ച ആ സകലത്തെയും ഭരിക്കുന്ന നാഥനായ യേശുവിൽ പ്രത്യാശ വെച്ചാൽ ഏതൊരു പ്രതികൂലത്തിൽ നിന്നും ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും അവൻ നമ്മെ വിടുവിപ്പാൻ കഴിയും. പ്രശ്നം വരുമ്പോ പ്രത്യാശയിൽ അകന്നു പോകലേ സഹോദരങ്ങളെ. പ്രശ്നങ്ങൾ വരുമ്പോ എന്റെ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് മാറിപ്പോകല്ലേ സഹോദരങ്ങളെ. അവസാനത്തോളം ഉറച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് തിരുവെഴുത്തിൽ നാം അറിഞ്ഞിരിക്കുന്നത് പോലെ, പഠിക്കുന്നത് പോലെ, ഈ ലോക ജീവിതം അല്പ ദിവസമാണ്. ഒരു മനുഷ്യന്റെ ആയുസ് അല്പ ആയുസാണ്. ആ നിമിഷം മുഴുവനും ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കണം, അഥവാ യഹോവയിൽ പ്രത്യാശ വയ്ക്കണം. സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തെ പ്രത്യാശ വെച്ചാൽ ഈ ലോക ജീവിതത്തിൽ പ്രൈസിലോട് കഷ്ടതയുണ്ട്, ഭാരമുണ്ട്, രോഗമുണ്ട്, ദുരിതമുണ്ട്, മരണത്തിന്റെ അനുഭവങ്ങളുണ്ട്. അവന്റെ നടുവിൽ നമ്മെ വിടുവിക്കുന്ന ആ രക്ഷയുടെ ദൈവത്തിന്റെ കരം നമ്മെ താങ്ങുവാൻ കഴിയും, നമ്മെ കരം പിടിച്ച് നടത്തുവാൻ കഴിയും. എന്തിനാ കരം പിടിച്ച് നടത്തുന്നേ? നമ്മുടെ കാൽ വഴുതി പോകാതെ. എന്തിനാ ഹല്ലേലൂയ വഴുതി പോകുന്നേ? പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതികൂലങ്ങൾ വരുമ്പോ, നിന്ദകൾ വരുമ്പോ, പരിഹാസങ്ങൾ വരുമ്പോ നമ്മുടെ കാലടികൾ വഴുതി പോകാറുണ്ട്. ഈ നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷം കർത്താവിൽ ഒന്നുകൂടെ നാം ഉറയ്ക്കുവാൻ ഇടയാകണം. നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ കർത്താവെങ്കിലാകണം, അഥവാ യഹോവയെങ്കിലാകണം. യഹോവയോട് പറ്റി നിൽപ്പാൻ ഇടയാകണം. നമ്മുടെ പ്രത്യാശ ആ സർവശക്തനായ ദൈവത്തിലായിരിക്കട്ടെ. മിക പ്രവാചകൻ പറഞ്ഞതുപോലെ, ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനാ ഞാൻ കാത്തിരിക്കും. ഞാൻ പ്രാർത്ഥിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മെ രക്ഷിക്കുന്ന ദൈവം, നാം ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും അവൻ നമ്മെ രക്ഷിക്കുവാൻ കഴിയും. നമ്മുടെ കുറിവാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, അവൻ ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടാനിടയായി.
കർത്താവ് മോശയെ അയച്ച് ഇസ്രായേൽ ജനത്തിന്റെ നിലവിളിക്ക് മറുപടി നൽകുവാൻ മോശയെ മിസ്രൈമിലേക്ക് അയച്ച് പ്രൈസ് ദി ലോർഡ് ജനതയെ മിസ്രൈമിന്റെ അടിമനുകത്തുനിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദാസനാകുന്ന മോശയെ അയക്കുവാനിടയായി. മിസ്രൈമിൽ ചെന്ന് മോശ ഫറോനോട് പ്രൈസ് ദി ലോർഡ് അരുളി ചെയ്തു. ചില അത്ഭുതങ്ങൾ ദൈവം മോശയും കൂടെ ചെയ്തു. ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറത്ത് വിടുവിച്ചു മരുഭൂമിയിൽ കൂടെ നടത്തുവാനിടയായി. മോശയ്ക്ക് വിശ്വാസമുണ്ട്. മോശ ആശ്രയിച്ചത് വിളിച്ച തന്റെ ദൈവത്തെ, തന്റെ കൂടെ അനുഗമിക്കുന്ന യേശുവിനെ. മോശയോട് പറഞ്ഞു, മോശയെ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അങ്ങനെ മോശ യഹോവയിൽ പ്രത്യാശ വെച്ച് തന്റെ ജനതയുമായി യാത്ര ആരംഭിച്ചു. മരുഭൂമിയിൽ ആരും സഹായമില്ലാത്ത മരുഭൂമിയിൽ, ചൂടേറിയ മരുഭൂമിയിൽ, ക്ഷീണിച്ചു പോകുന്ന മരുഭൂമിയിൽ, തളർന്നു പോകുന്ന മരുഭൂമിയിൽ, ഭയപ്പെട്ടു പോകുന്ന മരുഭൂമിയിൽ മോശയ്ക്ക് പ്രൈസ് ദി ലോർഡ് മുകളിലോട്ട് നോക്കി ആകാശവും താഴോട്ട് നോക്കിയാൽ മരുഭൂമിയാണ്. ആ സഹായിക്കാൻ ആരുമില്ലാത്ത, തണലില്ലാത്ത, താങ്ങില്ലാത്ത, ഏതു മനുഷ്യനെ കാണാൻ കഴിയാത്തൊരു മരുഭൂമി. ആ മരുഭൂമിയിൽ കൂടെ മോശയും തന്റെ ജനവും നടന്നു വരുമ്പോൾ പലപ്പോഴും മോശയോട് ജനം പലതും ചോദിപ്പാനിടയായി. ജനത്തിന് വിശക്കുമ്പോൾ ആഹാരം ചോദിച്ചു. മോശ ഇല്ല, ലഭിക്കത്തില്ലെന്ന് പറഞ്ഞില്ല. മോശ പറഞ്ഞു, നിങ്ങൾക്ക് ആഹാരം ലഭിക്കും. കാരണം മോശ പ്രത്യാശ വെച്ചത് ജനത്തെയല്ല, മോശ പ്രത്യാശ വെച്ചത് മരുഭൂമിയല്ല. മരുഭൂമിയിൽ മന്ന പൊഴിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തില മോശ പ്രത്യാശ വെച്ച് ഈ 600 ജനത്തെ വഴിനടത്തുവാൻ മോശ മുമ്പിൽ കടന്നു വന്നത്. യഹോവയെങ്കിൽ പ്രത്യാശ വെച്ച മോശ മരുഭൂമിയിൽ പരാജയപ്പെട്ടു പോകാതെ, തന്റെ ജനത്തിന് കൊടുത്ത വാക്ക് കൈവിട്ടു പോകാതെ മോശ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ ലഭിക്കും. മോശ ദൈവത്തോട് രാത്രി രാമങ്ങളിൽ കൂടാരത്തിൽ താൻ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുവാനിടയായി. പ്രത്യാശ വെച്ച സർവശക്തനായ ദൈവം മോശ ചോദിച്ചതുപോലെ തന്റെ ജനത്തിന് മരുഭൂമിയിൽ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന പ്രഭാതത്തിൽ അവർ ഭക്ഷിച്ച് ശേഷം വരുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞു. നാളുകൾ മുൻപോട്ട് പോയി. ജനം ചോദിച്ചു, മോശയെ, ഞങ്ങൾക്ക് മന്ന മാത്രമല്ല, ഞങ്ങൾക്ക് ഇറച്ചി വേണം. മോശക്കറിയാം, മന്ന തന്ന ദൈവത്തിന് ഇറച്ചി മരുഭൂമിയിൽ പൊഴിപ്പിക്കാൻ കഴിയും. ആ കർത്താവിൽ പ്രത്യാശ വെച്ച് മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ആ പ്രത്യാശ സർവശക്തനായ ദൈവം ലജ്ജിപ്പാൻ ഇടവരുത്താതെ, മോശയുടെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരുത്താൻ ഇടവരുത്താതെ ജനത്തിന് കാടപ്പക്ഷി നൽകി. ജനത്തിന് തിന്മാൻ ഭക്ഷിപ്പാൻ കൊടുത്തു. അതുപോരാ, മരുഭൂമിയിൽ ജനം നടന്നു, മുൻപോട്ട് യാത്ര ചെയ്തു. പ്രൈസ് ദി ലോർഡ് ആവശ്യമായ നന്മകൾ അവിടെ ഇസ്രായേൽ ജനത്തിന് നൽകുവാനിടയായി. ഈ നിമിഷം ഞാൻ ഓർപ്പിക്കാം, എത്രയോ മരുഭൂമിയിൽ, എത്രയോ കഷ്ടതകൾ, എത്രയോ താങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലേ? അവിടെയെല്ലാം നമുക്ക് പൊഴിപ്പിച്ചെന്ന ദൈവം പ്രൈസ് ദി ലോർഡ് കാടയെ കൊണ്ടുവന്ന് ഭക്ഷിപ്പിച്ചതുപോലെ നാം ആഗ്രഹിക്കാത്തത്, നാം ചിന്തിക്കാത്തത്, നാം കാണാത്തത് നമുക്ക് ഭക്ഷിപ്പാൻ ദൈവം തന്നില്ലേ? ആ ദൈവത്തിലാണോ സഹോദര സഹോദരി നിന്റെ പ്രത്യാശ? അതോ അല്പസുഖത്തിന് വേണ്ടി നിന്റെ പ്രത്യാശ മദ്യത്തിലാണോ? അല്പം നിന്നെ സന്തോഷിപ്പിക്കുന്ന മയക്കുമരുന്നിലാണോ? അല്പം നിന്നെ സന്തോഷിക്കുന്ന പാപസുഖത്തിനാണോ നിന്റെ പ്രത്യാശ? സഹോദര സഹോദരി, മാതാവേ പിതാവേ, എന്റെയും നിങ്ങളുടെ പ്രത്യാശ സർവശക്തനായ യഹോവയെങ്കിലാകട്ടെ. നിന്നെ വിടുവിപ്പാൻ, നിന്നെ ആവശ്യമായ നന്മ തരുവാൻ, അന്ത്യത്തോളം നിത്യത വഴിനടത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ നീ കുലുങ്ങിപ്പോകില്ല. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ നടുവിലെത്തിയപ്പോ മുൻപിൽ ചെങ്കടൽ, പുറകിൽ മിസ്രൈമും സൈന്യവും, ഇരു സൈഡിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ. ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുത്തു. മോശയോട് ചോദിച്ചു, മോശയെ, ഞങ്ങളെ ഇവിടെ നീ കൊല്ലാനാണോ കൊണ്ടുവന്ന്? മിസ്രൈമിൽ ശവപ്പറമ്പില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്? മോശയോട് പിറുപിറുക്കുമ്പോ മോശ പറഞ്ഞു,
നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. യഹോവ നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. എന്റെ പ്രസംഗ വിഷയം യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ധൈര്യപ്പെടുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ലോക ജനതയോട് ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയാ, നമ്മുടെ ഹൃദയം യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കണം. നമ്മുടെ വിശ്വാസം ലോകത്തിലല്ല, നമ്മുടെ പ്രത്യാശ ലോകസുഖത്തിലല്ല, മണ്ണിലോ പെണ്ണിലോ അല്ല. നമ്മുടെ പ്രത്യാശ സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവ പൈതൽ തകരുന്നു പോകുവാൻ അനുവദിക്കത്തില്ല. പ്രത്യാശ വയ്ക്കുന്ന തന്റെ മക്കളെ, തന്റെ കുഞ്ഞുങ്ങളെ അവൻ കരങ്ങളിൽ വഹിച്ചു കൊള്ളുവാൻ ഇടയായി തീരും. എത്രയോ ഭക്തന്മാരെ ആയിരക്കണക്കിന് 10,000 ഭക്തന്മാരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ ഓടി അവരെ ഓട്ടം തികച്ചു. അവർ പ്രത്യാശ വെച്ച നിത്യ തുറമുഖത്തിലേക്ക് അവരെത്തിച്ചേരുവാനിടയായി. നമ്മുടെ ജീവിതം അല്പ ആയുസാണ്, അല്പകാലമുള്ള ജീവിതമാണ്. ആ ജീവിതം മുഴുവനും യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കണം. പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ പ്രത്യാശയോടെ ഓടി, പ്രത്യാശയോടെ തന്റെ ഓട്ടം തികച്ച് പ്രത്യാശ വയ്ക്കുന്ന സ്വർഗീയ തുറമുഖത്തിലേക്ക് എത്തിച്ചേരണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്പസുഖത്തിന് വേണ്ടി, അല്പപണത്തിന് വേണ്ടി, അല്പമായ ലോക ഇൻപത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാനല്ല കർത്താവിന്റെ കരം കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കപ്പെട്ടത്. കർത്താവിന്റെ മക്കളായി അവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ ആജ്ഞ അനുസരിച്ച് തീരാൻ വേണ്ടിയാ നമ്മെ ഓരോരുത്തരെയും കർത്താവ് മെനയുവാനിടയായത്. സഹോദര സഹോദരിയെ, മാതാവേ പിതാവേ, നമ്മുടെ പ്രത്യാശ യഹോവെങ്കിലാകട്ടെ. യഹോവെങ്കിലാകട്ടെ. പ്രത്യാശയോടെ കർത്താവിന് വേണ്ടി ഓടി പ്രത്യാശയുടെ തുറമുഖത്തിലേക്ക് എത്തിച്ചേരുവാൻ നാം ഏവരെയും, ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് ഈ നിമിഷം എന്റെ പ്രസംഗ വിഷയം ഈ സമയം നിർത്തുന്നു. സ്നേഹിതനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹവും പ്രസാദവും നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി സ്തോത്രം. കർത്താവേ, ജനം ഭയത്തോടും ഭീതിയോടും ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും, രാജാക്കന്മാർ നേതാക്കന്മാർക്ക് എന്ത് സംഭവിക്കും, ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഭയത്തോട് ഭീതിയോടെ വിറയലോടായിരിക്കുമ്പോൾ ഇല്ല കർത്താവെ, ഈ നിമിഷം കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാൻ സകല ജനത്തെ അനുഗ്രഹിക്കണമേ. ഈ ശബ്ദം ശ്രമിക്കുന്ന സകല ജനത്തെയും, സകല രാജ്യത്തിലെ സകല ജനത്തെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും, അനവധി അനർത്ഥത്തിൽ നിന്നും, അനവധി ദുരന്തത്തിൽ നിന്നും സകല ജനത്തെയും, ലോക രാജ്യം മുഴുവനും തന്റെ ജനത്തെ വിടിവിക്കേണ്ടതിനായി സ്തോത്രം. കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാൻ, അതാ കർത്താവെങ്കിൽ പ്രത്യാശ വയ്ക്കേണ്ടതിന്, യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കേണ്ടതിന് ഈ ശുശ്രൂഷകൾ, ഈ വചനം, ഈ പ്രാർത്ഥനകൾ കാരണമായി തീരേണ്ടതിനായി സ്തോത്രം. സകല ജനത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.